നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ കൂണുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഹിമാലയൻ കൂണായ ഗുച്ചിയെപ്പറ്റി നമുക്ക് നോക്കാം. 500 ഗ്രാമിന് 18,000 രൂപ വരെ വില വരുന്നതാണ് ഈ ഗുച്ചി കൂണുകൾ. ഇതിൻ്റെ അപൂർവതയും അതുല്യമായ വളർച്ചാ സാഹചര്യങ്ങളുമാണ് ഇതിൻ്റെ ഉയർന്ന വിലയ്ക്ക് കാരണമാകുന്നത്. ഹിമാലയൻ താഴ്വരയിൽ നിന്നുള്ള ഗുച്ചി ഫംഗി ലോകത്തിലെ സൂപ്പർ സ്റ്റാറാണ്. ലോകത്തിലെ ഏറ്റവും ആവശ്യക്കാരുള്ള ഭക്ഷ്യയോഗ്യമായ കൂണുകളിലൊന്നായ ഗുച്ചിയെ അതിൻ്റെ സ്പോഞ്ചി പോലുള്ളതും തേൻ പോലുള്ളതുമായിട്ടുള്ള തല കൊണ്ടും വേർതിരിച്ചറിയാൻ കഴിയും. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അസ്കോമൈക്കോട്ടയിലെ മോർച്ചെല്ലേസി കുടുംബത്തിൽപ്പെട്ടതാണ് ഗുച്ചി. നമുക്ക് പരിചിതമായ കൂണുകളുടെ മുകൾ ഭാഗത്തു നിന്ന് വളരെ വ്യത്യസ്തമായി ഒറ്റനോട്ടത്തിൽ ഈ ഫംഗസ് വിളറിയതും മഞ്ഞ നിറമുള്ളതുമാണ്. തൊപ്പിയുടെ ഉപരിതലത്തിൽ വരമ്പുകളും ദ്വാരങ്ങളും നമുക്ക് കാണാം. ഗുച്ചിയുടെ ഉയർന്ന വിലയ്ക്ക് കാരണം ഈ ഉൽപ്പന്നത്തിൻ്റെ കൃഷി സമയത്ത് നേരിടുന്ന വെല്ലുവിളികളാണ്. വാണിജ്യപരമായിട്ട് ഇവ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. ജമ്മു, കാശ്മീർ എന്നിവിടങ്ങളിലെ ഹിമാലയൻ താഴ്വരകളിലും ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ എന്നിവിടങ്ങളിലെ മലനിരകളുടെ താഴ്വരകളിലുമാണ് ഗുച്ചി കൂൺ കാണപ്പെടുന്നത്. വനങ്ങളിലെ ഹാർഡ്വുഡുകളുടെയും കോണിഫറുകളുടെയും കീഴിലാണ് ഇവ വളരുന്നത്. വസന്തകാലത്ത് വളരെ കുറഞ്ഞ കാലയളവിലേക്ക് ഇവ വനങ്ങളിൽ വളരുന്നു. കായകൾ കൂടുതലും കൂട്ടമായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വളരുന്നതും കാണാം. അസിഡിറ്റി ഉള്ള മണ്ണിനേക്കാൾ ക്ഷാരമണ്ണാണ് ഗുച്ചി കൂണുകൾക്ക് കൂടുതൽ ഇഷ്ടം. ഗ്രാമവാസികൾ ആവശ്യത്തിന് കൂണുകൾ ശേഖരിച്ച് ഉണക്കി ഒടുവിൽ വിപണിയിൽ എത്തിക്കാനായിട്ട് മാസങ്ങളെടുക്കും. അടുത്ത സീസണിൽ ഗുച്ചി ഈ സ്ഥലങ്ങളിൽ വളരുക പോലും ചെയ്തേക്കില്ല. ഗുച്ചി കൂണുകൾ ഇതുവരെയും വാണിജ്യപരമായിട്ട് കൃഷി ചെയ്തിട്ടില്ല. കാട്ടിൽ മാത്രമേ ഇവ കാണപ്പെടുന്നുള്ളൂ. ഉയർന്ന ഡിമാൻഡും മികച്ച വിലയും കാരണം വിവിധ ആളുകളും സംഘടനകളും ഗുച്ചി കൂണുകളെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലർ വീട്ടിൽ മോറൽ വളർത്തുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ രീതികൾ വളരെ ചിലവേറിയതിനാൽ ഈ രീതിയിലൂടെ ലാഭം നേടുന്നത് വളരെ കുറവാണ്. ഗുച്ചി കൂണിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗുച്ചി കൂണിൽ പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിനുകൾ, ചെമ്പ്, പൊട്ടാസ്യം എന്നിവയാൽ സമ്പന്നമായ ഇവ നമ്മുടെ ശരീരത്തിന് വിറ്റമിൻ ഡി, നിരവധി ബി വിറ്റമിനുകൾ എന്നിവ നൽകുന്നു. ഹൃദയം, പ്രമേഹ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടിയാണ് ഇതിലുള്ളത്. ഗുച്ചി കൂണുകളുടെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുടെ കാരണം അതിലടങ്ങിയിട്ടുള്ള പോളിസാക്കറൈഡുകളും ടോക്കോപൈറോളുകളും അസ്കോർബിക് ആസിഡ്, വിറ്റമിൻ ഡി തുടങ്ങിയവയാണ്. ഗുച്ചി കൂണുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പ്രോട്ടീൻ, ഫൈബർ, വിറ്റമിൻ ഡി, വിറ്റമിൻ ബി എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങളുടെ സാന്നിധ്യം കൂണുകൾക്ക് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ, അസ്ഥി ശക്തിപ്പെടുത്തൽ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ അങ്ങനെ പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നു. ഗുച്ചി കൂണുകളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചതിനാൽ സമീപ വർഷങ്ങളിൽ ഇവയ്ക്ക് വലിയ ഡിമാൻഡ് നേടാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ഈ മനോഹരമായ കൂണുകളുടെ വാണിജ്യ കൃഷിയിലെ പരിമിതികൾ കാരണം വിതരണ വശം ദുർബലമാണ്. നിലവിൽ വിതരണം ചെയ്യുന്ന കൂൺ കാട്ടുപ്രദേശങ്ങളിൽ വിളവെടുക്കുകയും പ്രവർത്തനക്ഷമമായ ഭക്ഷണമായും സുഗന്ധദ്രവ്യമായും ഉപയോഗിക്കുന്നതിനായി സംസ്കരിച്ച് പുളിപ്പിക്കുകയും ചെയ്യുന്നു. ഉയർന്ന ഡിമാൻഡും കുറഞ്ഞ വിതരണവും ഗുച്ചി കൂണുകളെ ആഡംബരമായി കണക്കാക്കപ്പെടുന്ന വിലയേറിയ ഉൽപ്പന്നമാക്കി മാറ്റി. 500 ഗ്രാമിന് 18,000 രൂപ വരെ വിലയുള്ള നല്ല നിലവാരമുള്ള ഗുച്ചി കൂണുകൾ ഇന്ന് സെലിബ്രിറ്റികൾക്കും കോടീശ്വരന്മാർക്കും മാത്രം താങ്ങാനാവുന്ന ഒരു ആഹാര സാധനമായിട്ട് മാറി. ഏറ്റവും വില കൂടിയ ഭക്ഷ്യയോഗ്യമായ കൂണുകളാണിവ. കൂണിൽ മാംസവും പച്ചക്കറികളും നിറച്ച് പിന്നീട് വെണ്ണ ചേർത്ത് ചുട്ടെടുക്കുകയോ വറുക്കുകയോ ചെയ്യാം. ഗുച്ചി കൂണിൽ 8 കാർബൺ വോളറ്റൈലുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് അവയ്ക്ക് അതിമനോഹരമായ സുഗന്ധവും രുചികരമായ രുചിയും നൽകുന്നു. ഇത് പലരെയും ആകർഷിക്കാറുണ്ട്. ഗുച്ചി കൂണുകളിൽ പൊട്ടാസ്യം, വിറ്റമിനുകൾ, ചെമ്പ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോഷകാഹാര ലോകത്ത് ഇതിനെ പ്രശസ്തമാക്കിയത് അതിൻ്റെ വിറ്റമിൻ ഡി ഉള്ളടക്കമാണ്. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഹൃദ്രോഗങ്ങൾ തടയുന്നതിനും കൂൺ പൊതുവെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഗുച്ചി കൂണിൻ്റെ ഉപയോഗം നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ വാർദ്ധക്യം സംഭവിക്കുന്നത് ഫ്രീ റാഡിക്കലുകളുടെ സാന്നിധ്യം മൂലമാണ്. ശരീരത്തിലെ അമിതമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകൾ DNA-ക്കും മൈറ്റോകോൺട്രിയയ്ക്കും നാശമുണ്ടാക്കുന്നു. ഈ കേടുപാടുകൾ അകാല വാർദ്ധക്യത്തിലേക്ക് നയിക്കും. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ, മുടികൊഴിച്ചിൽ, കാഴ്ചശക്തി കുറയൽ, മറ്റു നിരവധി ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാകും. ഗുച്ചി കൂണിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ അകാല വാർദ്ധക്യം തടയാനായിട്ടും സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാനായിട്ട് സുരക്ഷിതമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നവയാണ് ഗുച്ചി കൂണുകൾ. 100 ഗ്രാം കൂണിൽ 2.8 ഗ്രാം ഫൈബറും 3.12 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കുറഞ്ഞ കലോറിയും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ഗുച്ചി കൂൺ നമുക്ക് ഭക്ഷണമായോ സപ്ലിമെൻ്റായോ കഴിക്കുന്നത് പൊണ്ണത്തടി തടയുന്നതിനും സുഖപ്പെടുത്തുന്നതിനും ഉത്തമമാണ്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ ദ്രാവകം അടിഞ്ഞുകൂടുകയും പിന്നീട് വീർക്കുകയും ചെയ്യുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് എഡിമ. നമ്മുടെ സ്കിന്ന് കട്ടിയുള്ളതായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇറുകിയതായിട്ടും ഒക്കെ തോന്നൽ ഉണ്ടാക്കാറുണ്ട്. ഒരേ സ്ഥാനത്ത് കൂടുതൽ നേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നതാണ് ഇതിന് കാരണം. എഡിമ തടയുന്നതിന് ഗുച്ചി കൂണുകളുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായിക്കും. നമുക്കറിയാം, നമ്മുടെ അസ്ഥികളുടെ ഒരു പ്രധാന ഘടകമാണ് കാൽസ്യം. കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് യഥാക്രമം അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ കാരണമാകും. ഇവിടെ വിറ്റമിൻ ഡിക്ക് ഒരു പങ്കുണ്ട്. അസ്ഥികൾ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വിറ്റമിൻ ഡി സഹായിക്കും.
ഗുച്ചി കൂണുകളിൽ വിറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ അവ നമ്മുടെ അസ്ഥികളെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. നമ്മുടെ അനുചിതമായിട്ടുള്ള ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവുമാണ് പ്രമേഹം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഇത് ശരീരത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നതിലേക്ക് നയിക്കും. ഇത് പ്രമേഹത്തിലേക്ക് നയിക്കും. ഗുച്ചിക്കൂണിൽ ഫ്ലേവനോയിഡുകൾ, ആൽക്കലോയിഡുകൾ, ടെർപ്പിനുകൾ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും അങ്ങനെ നമ്മുടെ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനായിട്ടും സഹായിക്കും. ഗുച്ചിക്കൂണുകളിൽ അടങ്ങിയിട്ടുള്ള പോളിസാക്കറൈഡുകൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളുടെ വ്യാപനം തടയുന്നതിനും മുഴകളുണ്ടാകും തടയുന്നതിനും സഹായിക്കും. ഗുച്ചിക്കൂണിന് നമ്മുടെ വായിലുണ്ടാകുന്ന പ്ലാക്ക് പോലുള്ള അവസ്ഥകളെ തടയാനായിട്ട് കഴിയും. നമ്മുടെ വൃക്കകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ടും അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള നാഡികളെ പ്രോത്സാഹിപ്പിക്കാനും കോശപ്രവർത്തനങ്ങൾക്കുമൊക്കെ നല്ലതാണിത്. ഗുച്ചിക്കൂണിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഡി, വിറ്റമിൻ B1, വിറ്റമിൻ B2 മുതലായവയൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കും. ഗുച്ചിക്കൂണിലെ ആസ്വാദികരമായിട്ടുള്ള രുചിയും ഇത്രയേറെ ഗുണങ്ങളുമാണ് ധനികരായിട്ടുള്ളവരെ ഈ ഒരു കൂൺ കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്.